ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടും സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ സർക്കാർ ജീവനക്കാരുടെ സ്ഥാനക്കയറ്റത്തിൽ സംവരണം നൽകാതെ സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുന്നു. നടപടികൾ സ്വീകരിക്കാതെയുള്ള സർക്കാരിന്റെ മെല്ലെപ്പോക്കിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാരുടെ വിവിധ സംഘടനകൾ കടുത്ത പ്രതിഷേധത്തിലാണ്. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് 2013. ഇത് സംബന്ധിച്ച മാനദണ്ഡങ്ങൾ രൂപീകരിച്ച് വിധി നടപ്പിലാക്കേണ്ടത് അതത് സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തവും. ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലടക്കം ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമെന്ന വിളിപ്പേരുള്ള കേരളത്തിൽ മാത്രം കാര്യമായ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. ഇതിനോടകം തന്നെ നിരവധി ഭിന്നശേഷി ഉദ്യോഗസ്ഥരാണ് സ്ഥാനക്കയറ്റത്തിലെ സംവരണത്തിനായി വിവിധ കോടതികളിൽ ഹർജികൾ സമർപ്പിച്ച് അനുകൂല ഉത്തരവിനായി കാത്തിരിക്കുന്നത്. ഭിന്നശേഷി ജീവനക്കാർക്ക് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനക്കയറ്റത്തിൽ സംവരണം ഏർപ്പെടുത്തിയാൽ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന ചില സംഘടനകളുടെ തോന്നലാണ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്ന് സർക്കാരിനെ പിന്തിരിപ്പിക്കുന്നത്. ഭിന്നശേഷി ഉദ്യോഗസ്ഥർക്കായി ഇത് സംബന്ധിച്ച് ചില ഉത്തരവുകൾ ഇതിനോടകം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഉത്തരവുകളിൽ കാര്യമായ വ്യക്തതയില്ലാത്തതുകൊണ്ടാണ് സ്ഥാനക്കയറ്റം ഇപ്പോഴും ഒരു സ്വപ്നമായി തുടരുന്നത്. സ്ഥാനക്കയറ്റത്തിന് ഇനി ഇവർ മുട്ടാൻ വാതിലുകളില്ല. ആര് കനിയുമെന്ന് കണ്ടു തന്നെ അറിയണം. കെ.പി. ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ ഭിന്നശേഷിക്കാർക്കായി നടപ്പിലാക്കിയ നിയമം സംസ്ഥാനത്തും പ്രാവർത്തികമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കാണാം. ഭിന്നശേഷി വിഭാഗക്കാർക്ക് പ്രമോഷനിൽ സംവരണം നൽകുക എന്നത് രാജ്യത്തെ ഒരു നിയമമാണ്. അത് സുപ്രീം കോടതിയുടെ വിധിയാണ്. ഭിന്നശേഷി നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ വിഷയം നടപ്പാക്കുന്നതിൽ നിന്നും കേരള സർക്കാർ പിന്നോട്ട് പോകരുത്. കേരള സംസ്ഥാന സർക്കാർ അക്കാര്യത്തിലുള്ള ഒളിച്ചുകളി അവസാനിപ്പിക്കണം. നിയമനത്തിൽ 4% റിസർവേഷൻ നൽകുന്നത് പോലെ തന്നെ പ്രൊമോഷനിലും 4% റിസർവേഷൻ നൽകണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെയും അതുപോലെ തന്നെ അത് നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരുത്തരുത് എന്ന ഡയറക്ഷൻ്റെയും അടിസ്ഥാനത്തിൽ 2022 ഓഗസ്റ്റിൽ സാമൂഹ്യനീതി വകുപ്പ് ഒരു ഉത്തരവ് ഇറക്കുകയുണ്ടായി. 5/2022 SJD എന്ന ഉത്തരവിൽ പ്രകാരം ഇതുവരെയും 2025 ആയിട്ട് പോലും ഒരു ഭിന്നശേഷിക്കാർക്കും ആ ഉത്തരവിൻ്റെ ആനുകൂല്യം ലഭിച്ചിട്ടില്ല. ഇന്നും അത് കടലാസിൽ ഉറങ്ങുകയാണ്. 2022 ശേഷം ഒരുപാട് പേര് റിട്ടയർഡ് ആകുകയുണ്ടായി. അവരൊക്കെ വളരെ നിരാശയോടെയാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ നിരവധി നിയമവ്യവഹാരങ്ങൾ നടത്തുകയും അവയൊക്കെ ഇത്തരം ആളുകൾക്ക് സ്ഥാനക്കയറ്റം നൽകേണ്ടതാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത് സംബന്ധിച്ച ഉത്തരവ് നടപ്പിലാക്കേണ്ടത് ആണ് എന്ന വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടും ഗവൺമെന്റ് ഇതിൽ കൃത്യമായ നടപടി കൈക്കൊണ്ടിട്ടില്ലായിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി കെ.പി. ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാം, സൂചിപ്പിച്ച പോലെ തന്നെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമൊക്കെ എന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഏറ്റവും കൂടുതൽ പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കേണ്ടവരാണ് ഭിന്നശേഷിക്കാർ. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു അവഗണന ഇവർക്ക് നേരിടേണ്ടി വരുന്നത്? സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ സംവരണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരുന്ന സംവരണമാണ് സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നത്. 2013 ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അതേ ഇതോടുകൂടി തന്നെ ഈ സംവരണം തോത്, അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും സംസ്ഥാനത്ത് നൽകണമെന്നൊക്കെ ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് നടപ്പാക്കാൻ കേരളം ഇതുവരെ ഇത്തരത്തിലൊരു നടപടിയും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഈ ഹർജിയുമായി കോടതിയിൽ കയറിയിറങ്ങുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവുണ്ടായിട്ട് പോലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംവരണത്തിൽ സർക്കാർ ഇത്തരത്തിൽ ഒളിച്ചുകളി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോഴുള്ളത്. പല കോടതികളിലും ഇപ്പോഴും ഈ ഹർജി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 2022 സാമൂഹ്യനീതി വകുപ്പ് അടക്കം ഇടപെടുകയും ചെയ്തിരുന്നു. എന്നാൽ നേരിട്ടുള്ളൊരു നിയമനമോ അല്ലെങ്കിൽ അതാത് തസ്തികകളിലേക്കുള്ള പ്രൊമോഷനോടുകൂടിയുള്ള സ്ഥാനക്കയറ്റമായിരുന്നു നിഷ്കർഷിച്ചിരുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ സർക്കാർ ഇത്തരത്തിൽ അനുകൂലമായ തീരുമാനം എടുത്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ ഇത്തരത്തിൽ വിവിധ ഹർജികളാണ് കോടതിയിൽ നിലനിൽക്കുന്നത്. എന്നാൽ ചില സംഘടനകളുടെ ബാഹ്യമായ ഇടപെടലാണ് ഇതിന് പിന്നിലെന്നുള്ള ഒരു ആരോപണം ശക്തമാണ്. അതിന് തെളിവായി പല തസ്തികകളിലേക്കും ഈ ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഇവർ ആരോടാണ് ഇത്തരത്തിൽ ബന്ധപ്പെടേണ്ടെന്നുള്ള ഒരു കാരണം പോലും ഇതിൽ അവ്യക്തമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഭിന്നശേഷി കമ്മീഷണറടക്കം പലപ്പോഴും ഇതിൽ ഇടപെട്ടിട്ടും ഒരു ശരിയായ തീരുമാനമെടുക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. എന്നാൽ ഇതിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഒളിച്ചുകളി തുടരുകയാണ്. ഇനിയും ഈ കോടതികളിൽ കയറിയിറങ്ങി ഈ ഹർജികളിൽ തീർപ്പാക്കുന്നവരെ ഇവരുടെ നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഈ ഭിന്നശേഷിക്കാരായ സംസ്ഥാന സർക്കാരിലെ ജീവനക്കാർ വ്യക്തമാക്കുന്നത്. സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളോട് സർക്കാർ വലിയ രീതിയിൽ അവഗണന കാട്ടുന്നു. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമാണ് വിവിധ ഭിന്നശേഷി സംഘടനകൾ രേഖപ്പെടുത്തുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ.പി. ശ്യാമപ്രസാദ്.
ന്യൂസ്.